Hi all, once again welcome back to Nihal Perspective. Here I am discussing things through my perspective. Welcome back to another new episode. 2024 ജൂൺ 4 ഇന്ത്യയിൽ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ നടന്നു. ഒന്ന്, ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നു. അതിൻ്റെ കൂടെ തന്നെ ആരും അറിയാത്ത രീതിയിൽ നീറ്റ് 2024 റിസൾട്ട് വന്നു. ആരും അറിയാത്ത രീതി എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് പല മാധ്യമങ്ങളും ഈ ഒരു ഇലക്ഷൻ റിസൾട്ടിൻ്റെ തിരക്കിലായിരുന്നു. ആ ഒരു ഗ്യാപ്പിലാണ് റിസൾട്ട് വരുന്നത്. രണ്ടും വലിയ വിവാദമായിരുന്നു. ഇലക്ഷൻ ഇന്ത്യയിൽ തന്നെ പ്രധാനപ്പെട്ട പല മാറ്റങ്ങളും സംഭവിച്ചു. ആ വിവാദങ്ങൾ പതുക്കെ കെട്ടടങ്ങിക്കൊണ്ടിരിക്കുക. പക്ഷേ ഒരിക്കലും അല്ലെങ്കിൽ 2024 ജൂൺ 4 വന്ന മറ്റൊരു റിസൾട്ട്, നീറ്റ് എക്സാമിൻ്റെ റിസൾട്ടിൻ്റെ വിവാദങ്ങൾ ഇപ്പോഴും എന്ത് ചെയ്യുന്നില്ല, വഴി മാറിയിട്ടില്ല. എന്താണ് ഇന്ത്യൻ നീറ്റ് എക്സാം 2024 വലിയൊരു സ്കാമാണ്, വലിയൊരു തട്ടിപ്പാണെന്ന് പറയാൻ വേണ്ടി കാരണം? എന്താണ് അതിനെ ഇത്രയും വലിയ വിവാദമാക്കാൻ കാരണം? നമ്മൾ അതാണ് എന്ത് ചെയ്യാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന കാര്യം. റെഡി? നീറ്റ് എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഓൾ ഇന്ത്യ ലെവലിൽ മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് മെഡിക്കൽ എൻട്രൻസ് നടത്തുന്ന ഓൾ ഇന്ത്യ തലത്തിൽ നടക്കുന്ന എക്സാമാണ് നീറ്റ് എക്സാം. അതായത് മെഡിക്കൽ മേഖലയിലേക്ക് MBBS പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഓൾ ഇന്ത്യ ലെവലിൽ നടക്കുന്ന ഒരു എക്സാം. അതായത് ഇന്ത്യയിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്ക്, ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് ഒരൊറ്റ എക്സാം നടത്തുകയും ആ എക്സാമിൻ്റെ റിസൾട്ട് അനുസരിച്ചായിരിക്കും അവർക്ക് ഇന്ത്യയിലെ വിവിധ മെഡിക്കൽ കോളേജുകളിൽ അഡ്മിഷൻ ലഭിക്കുക. വളരെ വലിയൊരു എക്സാം തന്നെയാണ്. വിദ്യാർത്ഥികൾ വളരെ പ്രതീക്ഷയോടുകൂടി കാണുന്ന, വളരെ അത്യാവശ്യം നല്ല രീതിയിൽ എഫേർട്ട് എടുത്ത് എക്സാം എഴുതുന്ന ഒരു പരീക്ഷ തന്നെയാണ് നീറ്റ് എക്സാം. എന്നാൽ അതിൻ്റെ റിസൾട്ട് വന്നപ്പോൾ നമ്പർ 1 എക്സാം പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ 180 മാർക്കാണ് എക്സാമിന് ചോദിക്കുക. ഒരു ചോദ്യം ശരിയായി കഴിഞ്ഞാൽ കിട്ടുന്ന മാർക്ക് 4 മാർക്കാണ്. ഒരു ഉത്തരം തെറ്റിക്കഴിഞ്ഞാൽ കിട്ടുന്ന നെഗറ്റീവ് മാർക്ക് -1 ഈ രീതിയിലാണ് ചോദ്യങ്ങൾ ഉണ്ടായിരിക്കുക. ടോട്ടൽ മാർക്ക് 720 എന്നാൽ 2024 റിസൾട്ട് ഇത്രയും കാലത്തെ നീറ്റ് എക്സാമിൻ്റെ ചരിത്രത്തെ തന്നെ, അല്ലെങ്കിൽ ചരിത്രത്തിൽ അത്യപൂർവം സംഭവമായ 720 മാർക്ക് വാങ്ങുന്ന 67 വിദ്യാർത്ഥികളാണ് ഇത്തവണ റിസൾട്ട് നോക്കുമ്പോൾ ഉണ്ടായത്. അവിടെ തന്നെ നമുക്ക് പല കൺഫ്യൂഷൻസും വന്നു തുടങ്ങിയിട്ടുണ്ട്. നമുക്കറിയാം, എക്സാം എഴുതുന്ന, അപ്പോൾ നിങ്ങൾ എക്സാം എഴുതുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന എവിടെ അഡ്മിഷൻ കിട്ടാനായിരിക്കും? എയിംസിൽ അഡ്മിഷൻ, ഡൽഹിയിലെ എയിംസിൽ അഡ്മിഷൻ കിട്ടാനായിരിക്കും ആഗ്രഹിക്കുക. എന്നാൽ എയിംസിൽ അഡ്മിഷൻ കിട്ടുന്ന വിദ്യാർത്ഥികളുടെ റാങ്ക് പരിശോധിച്ച് കഴിഞ്ഞാൽ 1 മുതൽ 57 വരെ റാങ്ക് കിട്ടുന്ന വിദ്യാർത്ഥികൾക്കാണ് അവിടെ എയിംസിൽ അഡ്മിഷൻ കിട്ടുക. എന്നാൽ ചരിത്രത്തിൽ ആദ്യമായി 1ാം റാങ്ക് കിട്ടിയ, അല്ലെങ്കിൽ റാങ്ക് 1 ലഭിച്ച വിദ്യാർത്ഥിക്ക് പോലും എയിംസിൽ അഡ്മിഷൻ കിട്ടാത്ത ഒരു സാഹചര്യമാണ് 2024 വന്നിരിക്കുന്നത്. അതായത് 67 വിദ്യാർത്ഥികൾക്ക് ഫുൾ മാർക്ക് ഉണ്ട്. പിന്നെ എങ്ങനെയാണ് അത്രയും കുട്ടികൾ അവിടെ അക്കോമഡേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അഡ്മിഷൻ കിട്ടുക? ഇനി ഏറ്റവും പ്രധാനപ്പെട്ട അടുത്തൊരു കാര്യം, നമ്മൾ മുന്നേ പറഞ്ഞ ഫുൾ മാർക്ക് കിട്ടിയ വിദ്യാർത്ഥികളിലെ, അല്ലെങ്കിൽ അതിലെ ആ പറയപ്പെടുന്ന 67 വിദ്യാർത്ഥികൾ, 6 വിദ്യാർത്ഥികൾ പരീക്ഷ ചെയ്തത് ഒരേ സെൻറ്ററിലാണ്. അടുത്ത് പറയപ്പെടുന്ന അടുത്ത വിവാദം, ഹരിയാനയിലെ ഫരീദാബാദിൽ ഒരു എക്സാം സെൻറ്ററിലാണ് ഈ പറയപ്പെടുന്ന 6 വിദ്യാർത്ഥികളും പരീക്ഷ എഴുതിയത് എന്ന് വീണ്ടും ഒരു ഡൗട്ട്, എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്ന രീതിയിലേക്ക് വീണ്ടും സംശയം ഉന്നയിക്കാം. അടുത്ത പ്രധാനപ്പെട്ട കാര്യം, ഇതൊക്കെ വളരെ ഫാക്ട് സിമ്പിളായിട്ട് ഒരാൾക്ക് ചിന്തിക്കാൻ, അല്ലെങ്കിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇവിടെ എന്തോ നടന്നിട്ടുണ്ടല്ലോ എന്ന് നമുക്ക് തോന്നുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ്. അതായത് അതിൻ്റെ മാർക്ക്, വീണ്ടും നമുക്ക് മാർക്ക് പരിശോധിക്കുമ്പോൾ ചില വിദ്യാർത്ഥികൾ കിട്ടിയ മാർക്ക് 720, 718, 719 മാർക്ക് വരെ കിട്ടിയിട്ടുണ്ട്. ഒരിക്കലും എക്സാം പാറ്റേൺ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ, ഒരു മാത്തമാറ്റിക് കാൽക്കുലേഷൻ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരിക്കലും അത്തരം മാർക്ക് ഒരു വിദ്യാർത്ഥിയും കിട്ടില്ല. കാരണം ഇത്രയേ ഉള്ളൂ, മുഴുവൻ 180 ചോദ്യവും ഉത്തരം എഴുതിയിട്ടുണ്ടെങ്കിൽ 720 മാർക്ക് കിട്ടും, ഒരു സംശയമില്ല. ഇനി ഒരു കുട്ടി ആ ഒരു ചോദ്യം ഒഴിവാക്കി എന്ന് വിചാരിക്കുക, അവന് ഉത്തരം ഒന്നും എഴുതാതെ ഒരു ചോദ്യം ഒഴിവാക്കി കഴിഞ്ഞാൽ അവനാണ് നഷ്ടപ്പെടുന്ന മാർക്ക് 4 മാർക്ക്. അതായത് പിന്നെ കിട്ടാൻ സാധ്യതയുള്ള മാർക്ക് 716. ഇനി ഒരു ഉത്തരം തെറ്റിയെന്ന് വിചാരിക്കുക, 180 ഒരു ചോദ്യം തെറ്റിക്കഴിഞ്ഞാൽ 4 മാർക്ക് നഷ്ടപ്പെടും. അതിൻ്റെ കൂടെ -1 മാർക്കും 5 മാർക്ക് നഷ്ടപ്പെടും. അപ്പോൾ എത്ര? 715 മാർക്ക്. അതായത് 720 മാർക്ക് കഴിഞ്ഞാൽ പിന്നെ കിട്ടാൻ സാധ്യതയുള്ള മാർക്ക് 715 അല്ലെങ്കിൽ 716 മാർക്ക്. ഈ 2 മാർക്കാണ് കിട്ടാൻ സാധ്യതയുള്ള മാർക്ക്. ഓക്കെ, പക്ഷേ കിട്ടിയ മാർക്ക് 718, 719 മാർക്ക് പല വിദ്യാർത്ഥികൾ കിട്ടിയിട്ടുണ്ട്. അവരുടെ മാർക്ക് ലിസ്റ്റ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ ഒരു വിഷയം കോടതിയിൽ എത്തിയപ്പോൾ NT അതിന് നൽകിയ മറുപടി, പല വിദ്യാർത്ഥികൾക്കും പല കാരണങ്ങൾ കൊണ്ട് എക്സാം എഴുതുന്ന സെൻറ്ററിൽ സമയം നഷ്ടപ്പെട്ടിട്ടുണ്ട്. ചില വിദ്യാർത്ഥികൾക്ക് 30 മുതൽ 45 മിനിറ്റ് വരെ എക്സാം ക്വസ്റ്റ്യനിൽ സംഭവിച്ച ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന ചില മിസ്റ്റേക്ക്, ഈ കാരണം കൊണ്ട് ഇതിന് സമയം നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ സമയം നഷ്ടപ്പെട്ട വിദ്യാർത്ഥികൾ 2018 നോർമലൈസേഷൻ ഫോർമുല, ഗവൺമെന്റ് നടപ്പിലാക്കിയ, സുപ്രീം കോടതി നടപ്പിലാക്കിയ നോർമലൈസേഷൻ ഫോർമുല ഉപയോഗിച്ചിട്ട് അവർ ഗ്രേസ് മാർക്ക് കൊടുത്തിട്ടുണ്ട്. ആ ഗ്രേസ് മാർക്ക് കാരണമാണ് ഈ വിദ്യാർത്ഥികൾക്ക് സ്കോർ, അല്ലെങ്കിൽ ഗ്രേസ് മാർക്ക് കിട്ടിയ വിദ്യാർത്ഥികൾ 718, 719 മാർക്ക് കിട്ടാൻ സാധ്യത ഉണ്ട് എന്ന മറുപടിയാണ് NTA എന്ന് പറഞ്ഞാൽ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. ഇവരാണ് ഓൾ ഇന്ത്യ ലെവലിൽ നീറ്റ് എക്സാം നടത്തുന്നത്. UPSC എക്സാം നടത്തുന്നത് ഒക്കെ ആരാണ്? ഈ NTA ആണ്. സോ ഇവിടെയും വീണ്ടും കൺഫ്യൂഷൻ വന്നിരിക്കുകയാണ്. പല അധ്യാപകരും, അല്ലെങ്കിൽ പല വിദ്യാർത്ഥികളും, പല പാരൻസും മുന്നോട്ട് വെക്കുന്ന ഒരു വാദം, അവർ പറഞ്ഞൊരു കാര്യം, ചില വിദ്യാർത്ഥികളുടെ സമയത്തിൻ്റെ, അല്ലെങ്കിൽ അവർക്ക് സമയം വളരെ പ്രധാനപ്പെട്ട തന്നെയാണ്. അവർക്ക് നഷ്ടപ്പെട്ട സമയം അതിന് കൃത്യമായി പരിഹാരം അവർക്ക് നൽകുക തന്നെ വേണം.
പരീക്ഷ നടത്തിയത് ഓഫ്ലൈനായിട്ടാണ്, ഓൺലൈനായിട്ടല്ല. ഓഫ്ലൈനായിട്ട് നടത്തിയ പരീക്ഷ ഈ 45 മിനിറ്റ് വിദ്യാർത്ഥികൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു 45 മിനിറ്റ് എക്സ്ട്രാ കൊടുത്ത് പരിഹരിക്കേണ്ട ഒരു പ്രശ്നത്തെ ഇന്ന് മുഴുവൻ വിദ്യാർത്ഥികളുടെയും തുല്യത, ഈക്വാലിറ്റിയെ ചോദ്യം ചെയ്യുന്ന രീതിയിലാണ് മാറിയിരിക്കുന്നത്. അതായത് ഗ്രേസ് മാർക്ക് എന്ന് പറഞ്ഞൊരു മാർക്ക് നൽകിയിട്ട് വളരെ വലിയൊരു റാങ്ക് വ്യത്യാസമാണ് വിദ്യാർത്ഥികളിൽ വന്നിട്ടുള്ളത്. ഇതിൽ കൃത്യമായ ഗൂഢാലോചന നടക്കുന്നുണ്ട്. ഒരു വിഭാഗം ആളുകൾ ഈ രീതിയിൽ ഡാറ്റാബേസിൽ ഇടപെട്ടുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുന്ന രീതിയിലേക്ക് കൈക്കൂലി വാങ്ങിയിട്ടുണ്ട്, ഡിസ്കഷൻ അല്ലെങ്കിൽ അവരിൽ വലിയ ഗൂഢാലോചന നടക്കുന്നുണ്ട്. ഇങ്ങനെ വലിയ വലിയ വിവാദങ്ങളും അറസ്റ്റുകളും വലിയ വലിയ ഇഷ്യൂസുമാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് വലിയ ഒരു ശരിക്കും ഒരു ക്രെഡിബിലിറ്റി ലോസ് ആണ് വിദ്യാർത്ഥികൾക്കിടയിൽ NTA സംഭവിച്ചിരിക്കുന്നത്. NTA എന്ന് പറഞ്ഞാൽ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തുന്ന നീറ്റ് എക്സാമിന്. കാരണം ഒരു നീറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഈസി പ്രോസസ്സ് അല്ല. നിരന്തരമായി നീറ്റ് എക്സാം പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികളെ കാണുന്ന ഒരാളെന്ന നിലയിൽ, അല്ലെങ്കിൽ അവരെ പഠിപ്പിക്കുന്ന അധ്യാപകരെ കാണുന്ന എന്ന നിലയിൽ, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു എങ്ങനെയാണ് ഈ ഒരു സംവിധാനം വർക്ക് ചെയ്യുക എന്ന് അറിയുന്ന ഒരാളെന്ന നിലയിൽ ഇതിന് ഒരുപാട് എഫേർട്ട് ഉണ്ട്. വിദ്യാർത്ഥികൾ പലരും അവരുടെ ഫാമിലിയും മറ്റു പല കാര്യങ്ങളെയും മാറ്റി നിർത്തിയിട്ട് അവർ ഒരു കോച്ചിങ് സെൻറ്റർ ആയിക്കോട്ടെ, അവരുടെ ഫാമിലി എല്ലാവരും വിട്ട് 24/7 എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം, ആ രീതിയിൽ അവർ പ്രിപ്പയർ ചെയ്തിട്ടാണ് പല വിദ്യാർത്ഥികളും ഈ എക്സാം എഴുതുന്നത്. എന്നിട്ട് ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഈ NTA ഭാഗത്ത് നിന്ന് വരുന്നതെങ്കിൽ അത് തീർച്ചയായും ചോദ്യം ചെയ്യപ്പെടണം. കൃത്യമായ നീതി അല്ലെങ്കിൽ കൃത്യമായ ഇക്വാലിറ്റി ഈ വിദ്യാർത്ഥികൾക്ക് ലഭിച്ചിരിക്കണം. അതുകൊണ്ടാണ് ഇത് വലിയ വിഷയമായി മാറിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം നിങ്ങൾ പല ആളുകളും ഈ എക്സാം എഴുതിയ ആളുകളായിരിക്കാം, ഇത്തരത്തിലുള്ള വിവാദങ്ങളെ പറ്റി കേട്ട ആളുകളായിരിക്കും. സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർബന്ധമായി നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ വീഡിയോ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഇനിയും ഭാവിയിൽ വരാതിരിക്കട്ടെ. അടുത്ത വർഷം കൃത്യമായ രീതിയിൽ ഇത്തരത്തിലുള്ള പല ഇഷ്യൂസ് സംഭവിക്കാനുള്ള പല കാര്യങ്ങളും പരിഹരിച്ചുകൊണ്ടായിരിക്കും എക്സാം നടത്തുക എന്ന് നമുക്ക് എന്ത് ചെയ്യാം, പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, വീണ്ടും എക്സാം നടത്തണം എന്ന ഒരു കാര്യം NTA ഒരിക്കലും അതിന് അംഗീകരിക്കുന്നില്ല. ഇനി എക്സാം നടത്താൻ സാധ്യതയില്ല എന്നാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. ഇനി ചിലപ്പം ഇനിയും വലിയ രീതിയിലുള്ള ഇടപെടലുകൾ സംഭവിച്ചു ചിലപ്പോൾ അതിൽ മാറ്റം വന്നേക്കാം. ഓക്കെ, അപ്പോൾ എന്തിരുന്നു കഴിഞ്ഞാലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അത് വിദ്യാർത്ഥികൾ മാത്രമല്ല പൊതുസമൂഹം ഏറ്റെടുക്കേണ്ട പ്രശ്നമാണ്. കാരണം അത്രത്തോളം, അല്ലെങ്കിൽ ഭാവിയിലെ ഏറ്റവും മികച്ച നമുക്കറിയാം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രൊഫഷൻ തന്നെയാണ് ഈ ഡോക്ടർ പ്രൊഫഷൻ. ആ ഒരു മേഖലയിലേക്ക് ഇത്തരത്തിലുള്ള കറപ്ഷനോ അല്ലെങ്കിൽ മാൽ പ്രാക്ടീസോ നടന്നു കഴിഞ്ഞാൽ വരാനിരിക്കുന്നത് വലിയൊരു വിപത്തായിരിക്കും സൊസൈറ്റിയെ കാത്തിരിക്കുന്നത്. സോ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാം. അടുത്തൊരു എപ്പിസോഡുമായി കാണാം. താങ്ക് യു സോ മച്ച്.